ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് SGOU അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മൊബൈലിലുള്ള ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ സെർച്ച് ബാറിൽ വന്നിട്ട് SGOU എന്ന് സെർച്ച് ചെയ്യുക. SGOU ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് SGOU ലോഗിൻ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ മുമ്പ് ചെയ്തതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആദ്യം വരുന്ന വെബ്സൈറ്റ് തന്നെയാണ് കാൻഡിഡേറ്റ് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈറ്റ് ലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ SGOU സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഇമെയിൽ ID അതേപോലെ തന്നെ പാസ്വേഡ് അടിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇമെയിൽ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. ദെൻ പാസ്വേഡ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും സ്റ്റുഡൻറ്റ് പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ദെൻ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് താഴെയുള്ള ലോഗിൻ എന്നുള്ള ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങളുടെ ഫോട്ടോ കാണാം, അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ IBC ID കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെമസ്റ്റർ 1, സെമസ്റ്റർ 2 ഒക്കെ ടിക്ക് ഇട്ടത് കാണാൻ സാധിക്കും. ദെൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം സെമസ്റ്റർ 2 എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പച്ച കാണിക്കുന്നുണ്ട്. S3 അതവിടെ പെൻഡിങ് ആണ് അല്ലേ, അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ സെമസ്റ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. താഴേക്ക് തന്നെ വരിക. നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ വരുന്നത്. ഓക്കെ, ഈ ഭാഗം മൊത്തം ചെക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലേ, ഒരു ടിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ്. സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ S3 ഈസ് ഓപ്പൺഡ്. ക്ലിക്ക് ഹെയർ ടു പ്രൊസീഡ്. അതവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് സ്റ്റെപ്പ് 1 സെലക്ട് യുവർ ഇലക്റ്റീവ്സ് എന്നുള്ളത്. കാൻഡിഡേറ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ ഏതാണോ അറബിക് ആണോ സോഷ്യോളജി ആണോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് കോഴ്സ് ബാച്ച് ഈ ഒരു സെമസ്റ്ററിൽ ചെയ്യാനുള്ളത്. ഇവിടെ സെമസ്റ്റർ 3 ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇലക്റ്റീവ് കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ് പഠിക്കാനുള്ളത് എന്നുള്ളതൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഡിക്ലറേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യണം, ഫുള്ള് വായിച്ച് നോക്കിയതിന് ശേഷം അഗ്രി വിത്ത് കണ്ടീഷൻസ് എന്നുള്ളത് ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കൺഫേം എന്നുള്ള ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ, നിങ്ങൾ ഈ സെമസ്റ്റർ രജിസ്ട്രേഷൻ റെഡി ആണോ, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റൊക്കെ ഓക്കെ ആക്കിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. കൺഫേം നോക്കുന്നു. വീണ്ടും കൺഫേം കാൻഡിഡേറ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഇവിടെ കൊടുക്കുന്നു. ദെൻ വീണ്ടും നമ്മുടെ ഈ സ്റ്റെപ്പിലേക്ക് തന്നെയാണ് വരുന്നത്. അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ വായിച്ച് നോക്കുക. ദെൻ മൊത്തം വായിച്ച് നോക്കിയാൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർ യു സ്പോൺസേർഡ് കാൻഡിഡേറ്റ്. നിങ്ങളൊരു സ്പോൺസർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളല്ല. രണ്ടാമത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, കൺഫേം എന്നുള്ളത് വീണ്ടും നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി പേയ്മെൻറ്റിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. എത്രയാണ് പേയ്മെൻറ്റ് അടക്കാനുള്ളത്? 300 രൂപ അടയ്ക്കാനുള്ളൊരു ഫീസ് പറയുന്നുണ്ട്. ദെൻ 200 രൂപ വേറൊരു ഫീസ് അടക്കാനുള്ളത് പറയുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ ഈ ഒരു സെമസ്റ്റർ 3ക്ക് അടക്കാനുള്ളത്, അല്ലെങ്കിൽ ഏത് സെമസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടാകും. ആ എമൗണ്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ പേയ്മെൻറ്റ് അടക്കാൻ പറ്റും. കാർഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, UPI ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ദെൻ ബാങ്കിൻ്റെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ UPI ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേൻ്റെ UPI ID ആണ് ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് അവിടെ നിന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, വെരിഫൈ UPI ID കൊടുത്താൽ നിങ്ങളുടെ പേര് ആരുടെ പേരിലുള്ളതാണോ ബാങ്ക് അക്കൗണ്ട് അവിടെ വരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ പേ നൗ ഒന്ന് കൊടുത്താൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയിലേക്ക് അതിന് നോട്ടിഫിക്കേഷൻ ചെല്ലും. നിങ്ങൾ ആ പേയ്മെൻറ്റ് നിങ്ങൾ അവിടെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. ദെൻ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വരിക. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.